എനിക്ക് 30 വർഷമായിട്ടുള്ള എൻ്റെ ശ്വാസമുട്ടല്, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് തണുപ്പ് സമയങ്ങളിലൊക്കെ വല്ലാതെ എന്നെ അലട്ടുന്ന ഒരു അനുഭവമാണ് ഉണ്ടായിരുന്നത്. ഈ ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴേക്കും രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ആദ്യം തുമ്മല് വരും. പിന്നെ അത് ജലദോഷം കുറച്ച് കൂടിയിട്ട് പിന്നെ ശ്വാസം എടുക്കാൻ പ്രയാസപ്പെട്ട് ശ്വാസമുട്ടലിലേക്ക് വന്ന് ക്ലാസ്സുകളൊക്കെ ലീവ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും അവസാനം ഇഞ്ചക്ഷനിലാണ് സമാധാനം കണ്ടെത്തുന്നത്. അതിപ്പോ അവസാനം ഒരു 2 വർഷമായിട്ട് അങ്ങനെയാണ്. അതിന് മുമ്പ് വരെ ഡോക്ടറെ കാണിച്ച്, ഡോക്ടർ അൽമാസ് ഹോസ്പിറ്റൽ, ഇവിടെ തൊട്ടടുത്തുള്ള കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവര് പറഞ്ഞത് നിങ്ങൾ ലൈഫ് ലോങ് ആയിട്ട് ഇൻഹൈലർ ഉപയോഗിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഇൻഹൈലർ അല്ല കേട്ടോ, സാധാരണ ശ്വാസമുട്ടലിന് ഉപയോഗിക്കുന്ന ഇൻഹൈലർ ഉപയോഗിക്കണം, അതുകൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതിന്റെ പ്രയാസം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് അവിടെ നിന്ന് പഠിക്കില്ല, മാസത്തിലാണ് ലീവ് ഉണ്ടാവുക. പക്ഷെ എനിക്ക് മാത്രം സ്പെഷ്യൽ അലവൻസ് ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഡെയിലി കോളേജ് പോകുന്ന പോലെ രാവിലെ 7 മണിക്ക് കോളേജിൽ പോകും, വൈകുന്നേരം ക്ലാസ് വിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരും. ഒരു അറബിക് കോളേജിനെ സംബന്ധിച്ച് അങ്ങനെ ഇല്ല, അവിടെ താമസിച്ച് മാസത്തിൽ മാത്രം ലീവ് ഉണ്ടാവുള്ളൂ. പക്ഷെ എനിക്ക് അവിടുത്തെ ഹോസ്റ്റൽ പരിസരവും അവിടുത്തെ കിച്ചൺ പരിസരവും ഒക്കെ എനിക്ക് അലർജി പിടികൂടുന്ന സ്ഥലങ്ങളായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് മാത്രം സ്പെഷ്യൽ പെർമിഷൻ ഉണ്ടായി എല്ലാ ദിവസവും പോയി വരലായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. ഇവിടെ പിന്നെ അധ്യാപന മേഖലയിലേക്ക് വന്നപ്പോഴും ആ ഒരു സ്ഥിതി തുടർന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞത് നിങ്ങൾ ഇത് ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞത് അത് ഉപയോഗിച്ചിട്ട് എന്തായാലും ശരീരം കേടുവരുത്താൻ ഞാനില്ല, ശ്വാസം മുട്ടി മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെയാണ്. അത് എന്താണെന്നറിയില്ല, അന്ന് അങ്ങനെ പറയാൻ തോന്നി, അന്ന് അങ്ങനെ പറഞ്ഞു. പിന്നീട് ഇതേപോലെ ഈ അസുഖങ്ങൾ വരുന്ന സമയത്ത് ഇഞ്ചക്ഷൻ എടുത്ത് അത് മാറ്റലാണ് പതിവ്. ഈ ഒരു സമയത്താണ് ഈ ത്വാഹിർ ഉസ്താദ് ഇത് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കമ്പനിയിലേക്ക് വരുന്നും വേണ്ട, നിങ്ങൾ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശ്വാസമുട്ടലിനുള്ള പ്രൊഡക്റ്റുകൾ അദ്ദേഹം കൊണ്ടു വന്നത്. അത് കഫ്നിൽ, അതുപോലെ നമ്മുടെ കവചപ്രാഷ്, പിന്നെ കഫ്നിലും കവചപ്രാഷും ആന്റി അലർജിയും, ഇത് 3 അദ്ദേഹം കൊണ്ടുവന്നത്. അത് 3 മാസം ഉപയോഗിക്കാൻ പറഞ്ഞു. പക്ഷെ 3 മാസം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ തുടക്കത്തിൽ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഏതാണ്ട് 2 ആഴ്ച 3 ആഴ്ചക്ക് ശേഷം കൃത്യമായിട്ട് ഉപയോഗിച്ച് ഒരു 2 മാസമാണ് ഞാൻ ഉപയോഗിച്ചത്. ആ 2 മാസം ആയപ്പോഴേക്കും എനിക്കതിന്റെ റിസൾട്ട് കിട്ടി. അതിനുശേഷം ഇതുവരെ ശ്വാസമുട്ടൽ എന്ന ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല. അതായത് 4 മാസമായിട്ട് എനിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. 4 മാസം എന്ന് പറയുമ്പോൾ ഒരു പീക്ക് ടൈമാണ് ഈ ഒരു സമയം. അതായത് ഡിസംബർ ജനുവരി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരാഴ്ചയെങ്കിലും ഈ 2 മാസത്തിനുള്ളിൽ എന്റെ ക്ലാസ്സുകൾ ലീവ് ആവാറുണ്ട്. ശ്വാസമുട്ടൽ വന്ന അവസാനം ക്ലാസ്സിലേക്ക് കയറാൻ പോലും ഒന്ന് ഓടി കയറിയാൽ പിന്നെ കിതച്ച് 2 മിനിറ്റ് നേരം അവിടെ ഇരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലൊരു പ്രശ്നം ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ ഒരു തണുപ്പ് വല്ലാതെ കൂടി ഈ ഒരു സമയത്ത് പോലും എനിക്കത് തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ അത് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 2 മാസം ഉപയോഗിച്ചപ്പോഴേക്കും അതിന്റെ റിസൾട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കടന്നു വന്നത്. അതിനുശേഷം ഞാൻ കൊടുത്ത പ്രൊഡക്റ്റുകൾക്ക് റിസൾട്ടുകൾ, എല്ലാ പ്രൊഡക്റ്റുകൾക്കും റിസൾട്ട് കിട്ടി എന്ന് തന്നെ പറയാം. ആയുഹീല് ഈ ഒരു തണുപ്പ് സമയം ആയതുകൊണ്ട് ആയുഹീല്, അതുപോലെ ഇൻഹൈലർ കൊടുത്തു, അവർക്കൊക്കെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതിന്റെ റിസൾട്ടുകളൊക്കെ കാണാറുണ്ട്. അതുപോലെ കവചപ്രാഷ് കൊടുത്തവർക്ക് റിസൾട്ടുകളുണ്ട്. പൈൽസ് കൊടുത്ത് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുവിധം എല്ലാ പ്രൊഡക്റ്റുകൾക്കും നല്ല റിസൾട്ടുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം തന്നെയാണ്. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന് റിസൾട്ട് ഉണ്ട്. ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച ആളുകൾ അവരുടെ ശരീരാരോഗ്യം തിരിച്ചു പിടിക്കുന്നു എന്നുള്ളത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ പ്രചോദനം. നമ്മളെ കളിയാക്കലുകളും ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും ഇകഴ്ത്തലുകളും ഒക്കെ ഒരു ഭാഗത്തിലൂടെ നമ്മൾ കൂടെ വരുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ട്, മനസ്സിന് കിട്ടുന്ന ഒരു ആശ്വാസം. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് 200 രൂപയുടേതാണെങ്കിലും 172 രൂപയുടേതാണെങ്കിലും അത് ഉപയോഗിച്ചിട്ട് ഒരാൾക്ക് റിസൾട്ട് കിട്ടി എന്ന് പറയുമ്പോൾ അത് നമുക്ക് നൽകുന്ന ഒരു ആനന്ദം, ഒരു ആത്മവിശ്വാസം, അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നാണ്. നമുക്ക് എല്ലാവർക്കും അനുഭവിച്ചതാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതും ആ റിസൾട്ട് കിട്ടുന്നത് കൊണ്ട്.